ജഗിർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതി തിരുവോത്ത് കാണിച്ച ഒരു ആക്ടിനെ പറ്റിയിട്ടാണ്. എന്നിട്ട് പറയാം, ഫെമിനിസ്റ്റുകൾ എന്ന് സ്വയം പറയുന്ന ഇവർ കസബ എന്ന് പറഞ്ഞ മൂവിയിലെ മമ്മൂട്ടി ആ സിനിമയുടെ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് കാണിച്ചിട്ടുള്ള ആ ഒരു ആക്ടിനെ പറ്റിയിട്ട് ഇവരന്ന് വല്ലാതെ സംസാരിക്കുകയും, അതായത് ഒരു പ്രസ് മീറ്റിലെ ഗീതു മോഹൻദാസിൻ്റെ നിർബന്ധപ്രകാരം പേരുൾപ്പെടെ സംസാരിച്ചിട്ട് ഇപ്പോൾ കസബ എന്ന് പറഞ്ഞിട്ട് അന്ന് ഏറിപ്പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഇവർ വലിയൊരു എന്താ പറയുക, ഇപ്പം ഇങ്ങനെയുള്ള ആക്ടുകളൊന്നും നടക്കാൻ പാടില്ലാത്ത നല്ലൊരു കേരളം വാർത്തെടുക്കാനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഫെമിനിസ്റ്റുകളാണ് ഞങ്ങൾ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്നിരുന്നവരാണ്. ഫെമിനിസ്റ്റിൻ്റെ ഒരു അങ്ങേ തലത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഗീതു മോഹൻദാസിൻ്റെ സംവിധാനത്തിൽ വരുന്ന ടോക്സിക് എന്ന് പറഞ്ഞ മൂവിയിൽ ഈ കസബയൊന്നും ഒന്നല്ലാത്ത അവസ്ഥയിലാണ് ആ സിനിമയിൽ ഒരു ട്രെയിലറിൽ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത്. ഒരു നായകൻ്റെ ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ അതിനകത്ത് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്കൊക്കെ എന്തും എവിടെയും എങ്ങനെയും ആവാം. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവർ കാണിക്കുന്ന ആക്ടുകൾക്കൊന്നും ഒരു പ്രശ്നമോ ഒരു വിഷയമോ ഇല്ല. ഒരു സാധാരണ സിനിമയിലെ ആ ക്യാരക്ടറിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ടിൻ്റെ പേരിൽ ഇവർ എന്തൊക്കെയോ അന്ന് പറയുന്നു ഇരുന്നിട്ട്, പ്രസ് മീറ്റിലിരുന്നിട്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ പ്രതികരിക്കാനുള്ള കാരണം അതാണ്. ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാം, ഒന്ന് നോക്കി നോക്കുക നിങ്ങൾ. ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഇവർക്കൊക്കെ എന്തും കാണിക്കാം. ഫെമിനിസ്റ്റാന്നുള്ളൊരു പേര്, ഒരു ലേബിൾ ഒട്ടിച്ച് വെച്ചിട്ട് എന്ത് തരം എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാം. ഈ നടുവിരൽ നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചിട്ട് ഫെമിനിസ്റ്റായിട്ടുള്ള പാർവതി തിരുവോത്ത് ഈ ഒരു സംഭവം കാണിക്കാമെന്ന് പറഞ്ഞാൽ കാണിക്കാൻ എന്ത് തരം കോണ്ടസ്റ്റോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, കാണിക്കാനുള്ള റീസൺ എന്തോ ആയിക്കോട്ടെ, അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ സ്വയം ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ പബ്ലിക്കായിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പം ചെയ്തിട്ടുള്ളത്. നടുവിരൽ നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്നറിയോ? പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ പുരുഷ ലൈംഗിക അവയവത്തിൻ്റെ പ്രതീകമാണ്. അതാണ് പിന്നീട് സെക്ഷലൈസ് ലാംഗ്വേജ് ആയിട്ട് മാറിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീകളെ നിശബ്ദരാക്കാൻ ഇത്തരത്തിലുള്ള സെക്ഷലൈസ് ലാംഗ്വേജ് ഉപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഓക്കെ, പ്രാക്ടിക്കലി അതിനെ ഞാൻ നിന്നെ അവഗണിക്കുന്നു, എനിക്ക് നിന്നെ അപമാനിക്കാൻ ഭയമില്ല, ഞാൻ നിന്റെ അധികാരത്തെ അംഗീകരിക്കുന്നില്ല എന്നിങ്ങനെ പല അർത്ഥങ്ങൾ ഇതിന് വരുമെങ്കിലും ചരിത്ര കാരണത്താൽ അതിനെപ്പോഴും ഞാൻ ഒരു അധികാരിയാണ് എന്ന് പറയുന്ന ശരീരഭാഷയാണുള്ളത്, സെക്ഷലൈസ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെയാണ് പുരുഷാധിപത്യ സമൂഹം അധികാരം കാണിക്കാനും മറ്റേ ആളെ ചെറുതാക്കാനും ഭയപ്പെടുത്താനും ഉപയോഗിച്ച ഏറ്റവും എളുപ്പമുള്ള ശരീരഭാഷയായ നടുവിരൽ നമസ്കാരം പാട്രിയാർക്കിയുടെ ഡിഫാൾട്ട് ലാംഗ്വേജ് തന്നെയായിട്ട് മാറിയത്. ഇപ്പോൾ ഈ ഫെമിനിസം എന്നൊക്കെ പറയുന്നത് ഈ ഭാഷയെ തന്നെ ചോദ്യം ചെയ്യാനുള്ള രാഷ്ട്രീയമാണ്. അല്ലാതെ ദേഷ്യം വരുമ്പോഴോ ആരെങ്കിലും അവഗണിക്കുമ്പോഴോ തോന്നുമ്പോഴൊക്കെ തിരിച്ച് അതേ ഭാഷ തന്നെ ഉപയോഗിക്കുക എന്ന പ്രതിരോധമല്ല ഫെമിനിസം. ഇനിയിപ്പോൾ എന്തൊക്കെ വെച്ച് എന്തൊക്കെ അർത്ഥം ഉദ്ദേശിച്ചാലും, ഇപ്പം എന്തൊക്കെ കാരണം കൊണ്ടായാലും, എന്തർത്ഥം ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ഈ ഒരു ലാംഗ്വേജിനെ നമുക്ക്, ലാംഗ്വേജ് എന്ന ഈ ഒരു സത്യത്തിനെ തള്ളിക്കളയാനാവില്ല. അതെത്ര മണ്ണിട്ട് മൂടിയാലും ഇനി ഒരു രക്ഷയുമില്ല. ഇതിപ്പോൾ പാർവതി ഏതെങ്കിലും ഇപ്പോൾ ഒരുത്തനെയോ ഒരുത്തീനെയോ നോക്കിയിട്ട് ഈ ഒരു ആക്ട് കാണിക്കുമ്പോൾ അതൊരു ജെൻഡർ ന്യൂട്രൽ ജെസ്റ്റർ പോലെ പാർവതിക്ക് തോന്നിയാലും അതിൻ്റെ ഒരു ചരിത്രവും ഘടനയൊക്കെ വെച്ചിട്ട് അതൊരു മെയിൽ എന്താ പറയുക, സാൻട്രിക് പാട്രിയാർക്കൽ പവർ ലാംഗ്വേജ് തന്നെയാണ്. അതിനിപ്പോൾ മാറ്റമൊന്നുമില്ല. മാസ് കാണിക്കാനായാലും എന്ത് തന്നെ കാണിക്കാനായാലും ഇത് ഈ സംഭവം കാണിച്ചിട്ടുണ്ടോ അത്ര മാത്രമേ ഉള്ളൂ. ഫെമിനിസ്റ്റ് രാഷ്ട്രീയമുള്ള ഒരാൾ പബ്ലിക് സ്പേസിൽ ഈ ഒരു ചെസ്റ്റർ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇപ്പം എനിക്കിപ്പോൾ ഇത്രയും പറയാനുള്ളൂ. മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുന്നതിനേക്കാൾ ഭേദം
അവനവൻ്റെ കണ്ണിലെ തടി കഷ്ണം എടുത്തു മാറ്റുക എന്നുള്ളതാണ്. എന്താ വെച്ചാൽ ശരിയല്ലേ, നിങ്ങൾ തന്നെ പറ, ശരിയല്ലേ? ഇവർക്ക് എന്തും ആവാം. ഇവരുടെ കണ്ണിലെ തടി കഷ്ണം എടുത്തു കളയാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന, ഫെമിനിസ്റ്റ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഇവരോടൊക്കെ, ഇങ്ങനെ കാണിക്കുന്നവരോടൊക്കെ വെറും പട്ടിപ്പുച്ച മാത്രം. പോയി വരാം. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇപ്പം ഈ സംസ്കാരം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് പഠിച്ചാൽ മാത്രം കിട്ടുന്ന ഒന്നല്ല. അത് വീട്ടിൽ നിന്നും, നല്ല കൂട്ടുകാരിൽ നിന്നും, പിന്നെ നല്ല കാഴ്ചയിൽ നിന്നും ഒക്കെയാണ്. അപ്പം അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റ് ഞാനിവിടെ വായിക്കാം. ഇവരുടേത് സെലക്റ്റീവ് ഫെമിനിസമാണ്. സ്ത്രീകളുടെ പുരോഗതിക്ക് ഒന്നും ചെയ്യാതെ പുരുഷ വിദ്വേഷം പറഞ്ഞു നടക്കുന്നവർ. വളരെ കറക്റ്റാണത്. എനിക്കും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.